Good evening. Today I am going to discuss about Shep Hyken's speech. So you want to be a motivational speaker. Shep Hyken is a well-known American customer service expert, author and also a speaker. He is the founder and the chief amazement officer of Shepherd Presentations. He is famous for helping organizations to improve their customer relationships. Some of his famous books are The Amazement Revolution, The Cult of the Customer, Moments of Magic, etc. ഷെബ് ഹൈക്കൻ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പീക്കറാണ്. ഒരു എൻഗേജിങ് ആയിട്ട് ഇൻഫോർമേറ്റീവ് സ്റ്റൈലിൽ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന, അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് മോസ്റ്റ് ഓഫ് ഹിസ് സ്പീച്ചസ് ഉള്ളത്. So at the very beginning, he's asking, are you an executive who wants to break away from the corporate world and speak to audience around the globe? Do you have a story to tell that others would pay to listen to? Is being a motivational speaker your next career opportunity? അപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആകുക എന്നതാണോ നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എങ്കിൽ എനിക്ക് കുറേ ടിപ്സ് നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷെബ് ഹൈക്കൻ ബിഗിൻ ചെയ്യുന്നത്. പിന്നെ ഷെബ് ഹൈക്കൻ്റെ കാര്യം പറയാണ്, സിൻസ് 1983 തൊട്ടിട്ട് ഐ ഹാവ് ബീൻ ട്രാവലിംഗ് ദ വേൾഡ് ആസ് വാട്ട് വുഡ് കോൾ എ മോട്ടിവേഷണൽ സ്പീക്കർ. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഞാൻ ലോകം മൊത്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇസ് ദാറ്റ് വാട്ട് ഐ ആം? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ആ രീതിയിലാണോ കണ്ടിട്ടുള്ളത്? മേ ബി. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. I have actually been traveling the world as an expert who also speaks, and my expertise is in the world of customer service and experience. കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഒരു എബിലിറ്റി ലെവലൊക്കെ കൂട്ടാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുക, ആ ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ വിത്ത് ദ ടൈറ്റിൽ ഓഫ് ദ കസ്റ്റമർ സർവീസ് ആൻഡ് എക്സ്പീരിയൻസ് എക്സ്പേർട്ട്, ഐ എം സ്റ്റിൽ റെഫേർഡ് ടു ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അറിയപ്പെടുന്നത് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന രീതിയിൽ തന്നെയാണ്. അടുത്തതായിട്ട് ചോദിക്കുന്നത്, ആർ മൈ സ്പീച്ചസ് എൻ്റർടൈനിങ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ സ്പീച്ചസ്? അതായത് ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഐ ഹോപ്പ് സോ. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. I even joke with my clients that if the audience doesn't laugh, I don't get paid. തമാശയ്ക്ക് ഞാൻ പറയലുണ്ട്, ഞാനിവിടെ തമാശ പറയുമെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചു തരണം, എങ്കിൽ മാത്രമാണ് എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ തമാശയ്ക്ക് പറയലുണ്ട് എന്നാണ് ഇവിടെ ഷെബ് ഹൈക്കൻ പറയുന്നത്. നെക്സ്റ്റ് ഹിസ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ്, ആർ മൈ സ്പീച്ചസ് എഡ്യൂക്കേഷണൽ? എഡ്യൂക്കേഷണൽ ഇൻ ദ സെൻസ്, അതായത് ടീച്ചിങ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, അവരുടെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണോ എൻ്റെ സ്പീച്ചസ്? അതേപോലെ ചോദിക്കുന്നുണ്ട്, ആർ മൈ സ്പീച്ചസ് മോട്ടിവേഷണൽ? അതായത് ഇൻസ്പയറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണോ? ദ ഷോർട്ട് ആൻസർ ഇസ് എസ്. അതായത് ഷെബ് ഹൈക്കൻ തന്നെ കോൺഫിഡൻ്റ് ആണ് എസ് എന്നുള്ളത്. സോ ഡസ് ദാറ്റ് മേക്ക് മീ എ മോട്ടിവേഷണൽ സ്പീക്കർ? അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്നെ ഒരു ഗുഡ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് നിങ്ങളെല്ലാവരും തന്നെ വിളിക്കുന്നത്. പിന്നെ ഷെബ് ഹൈക്കൻ പറയുകയാണ്, ഓൾ സ്പീക്കേഴ്സ് മസ്റ്റ് ബി മോട്ടിവേഷണൽ. ഏത് തരം സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ അവരുടെ ഉള്ളിലൊക്കെ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടെ വേണം. അതായത് ആൾക്കാരെ അവരിലേക്ക് അവർ പറയുന്ന പോയിന്റുകൾ അതൊക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കാനും ഇൻസ്പയർഡ് ആവാനും ആൾക്കാരെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കണം സ്പീച്ചസ് വേണ്ടത്. ദേ മസ്റ്റ് ഹാവ് എ ഡെലിവറി സ്റ്റൈൽ. ഒരു പ്രത്യേകതരം ഒരു ഡെലിവറി സ്റ്റൈൽ തന്നെ വേണമെന്നാണ് പറയുന്നത്. അതായത് അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനും അതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കണം, ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് സംതിങ്. എനിക്ക് കുറച്ച് വേറിട്ട് ചിന്തിച്ചാലോ, അതേപോലെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചാലോ, എന്തെങ്കിലും ഒരു കാര്യം മാറ്റിയാലോ, ഞാനായിട്ട് അതിന് ലീഡർഷിപ്പ് എടുത്താലോ, ഇതേപോലെയൊക്കെ ആൾക്കാർക്ക് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന രീതിയിൽ നമ്മൾ അവരെ കൊണ്ട് അതൊക്കെ തോന്നിപ്പിക്കണം. ദാറ്റ്സ് വൈ ഐ ബിലീവ് ദാറ്റ് എവറി സ്പീക്കർ ഇസ് ഇൻ സം വേ എ മോട്ടിവേഷണൽ സ്പീക്കർ. ഏത് തരം സ്പീക്കർ ആയിക്കോട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഒരു പബ്ലിക് സ്പീക്കിംഗ് അവിടെ നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, എല്ലാവരിലും ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വേണം. നൗ ദർ ആർ പീപ്പിൾ, കുറച്ച് രണ്ട് പേരുടെ പേരവിടെ പറയുന്നുണ്ട്, ടോണി റോബിൻസ്, അതേപോലെ ദ ലേറ്റ് സിഗ് സാഗ്ലർ. ഇവർ രണ്ടുപേരും ഫേമസ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒരു ട്രഡീഷണൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കുറേ
കാര്യങ്ങൾ ഷെബ് ഹൈക്കൻ എന്താണ് മോഡലായിട്ട് എടുത്തിട്ടുണ്ട്. സോ ഹീസ് മെൻഷനിങ് ദം ആസ് ഗുരൂസ്, ക്ലാസിക്കൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ മെൻഷൻ ചെയ്യുന്നു. ദീസ് ഗുരൂസ് ഹാവ് ഹെൽപ്ഡ് ദർ ഓഡിയൻസസ് റീച്ച് ന്യൂ ലെവൽസ് ഓഫ് സക്സസ് ആൻഡ് മച്ച് മോർ. അപ്പോൾ ഇവരുടെയൊക്കെ സ്പീച്ചസ് കേട്ടിട്ടുള്ള ഓഡിയൻസിന് അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. ദേ ഫോക്കസ് ഓൺ അച്ചീവിങ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്, ബ്രേക്കിംഗ് ത്രൂ ബാരിയേഴ്സ് ആൻഡ് ബീയിങ് ബെറ്റർ ദാൻ യു എവർ തോട്ട് പോസിബിൾ. അപ്പോൾ എന്താണ്, അവരുടെ പേഴ്സണൽ ഗോൾസ് ഉണ്ടാവും, പ്രൊഫഷണൽ ഗോൾസ് ഉണ്ടാവും. ഇത് രണ്ടും ഒരേ സമയത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരെല്ലാം ആ രീതിയിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് ലൈഫിൽ പല തടസ്സങ്ങളും ഉണ്ടാവും, പ്രൊഫഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനും പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് മറികടക്കാം, അതൊക്കെ എന്താണ് ഓഡിയൻസിനെ അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ് ഇവരെന്നാണ് പറയുന്നത്. ദേ മോട്ടിവേറ്റ് യു ടു ആക്ഷൻ. അതായത് അവരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് നമ്മളുടെ ഗോൾ എന്താണോ അതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ജസ്റ്റ് ലൈക്ക് എനി ഗുഡ് സ്പീക്കർ ഇൻ എനി സബ്ജക്റ്റ് മസ്റ്റ് ഡു. അങ്ങനെയായിരിക്കണം ഏതൊരു ഗുഡ് സ്പീക്കറും. ഇൻ ദ കേസ് ഓഫ് ടോണി റോബിൻസ് type of speaker, the term motivational speaker is much a title. It is a description of what they do. ഓക്കെ, അപ്പോൾ ടോണി റോബിൻസിൻ്റെ ഒക്കെ ഒരു കേസിൽ അതിലും അപ്പുറത്താണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളത് ഓഡിയൻസിനോട് പറയുന്നതാണ് ഇവിടെ ഷെബ് ഹൈക്കൻ ചെയ്യുന്നത്. Okay, I bring all of this up because over the years I have been asked many people how to become a motivational speaker. ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാൻ നേരിടുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയാകാം ഒരു ഗുഡ് മോട്ടിവേഷണൽ സ്പീക്കർ? പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്ന ഒരു ജനറിക് ടേമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാനാണ് ഷെബ് ഹൈക്കൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു കോൺസെപ്റ്റിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുവാണെങ്കിൽ അവർക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവും. അവരെ ആരാണ് അവിടെ കൊണ്ടുവന്നത് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, some of these people are high level executives who are looking to leave the corporate world and to share their knowledge as they wind down their professional careers. വേറെ ചില ആൾക്കാരുണ്ടാവും, എന്തെങ്കിലും ബിസി ആയിട്ടുള്ള ഒരു കാര്യം ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നവരായിരിക്കാം. അവരതൊക്കെ വിട്ടിട്ട് ആൾക്കാരോട് അതുവരെയുള്ള എക്സ്പീരിയൻസസ് ഒരു മോട്ടിവേഷണൽ ആയിട്ട് ഷെയർ ചെയ്യാൻ ആയിട്ട് ഇറങ്ങി തിരിച്ചവരുണ്ടാവും. Then others are looking to break away from traditional employment. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷണൽ സ്പീക്കർ അതിനെ വേറെ രീതിയിലായിരിക്കാം അവരുടെ ഒരു ഇത് വെച്ചിട്ടുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ദം ദ ഐഡിയ ഓഫ് ബീയിങ് പെയ്ഡ് ഈസ് ടു സ്പീക്ക് ഈസ് അപ്പീലിംഗ്. സം പീപ്പിൾ ഹാവ് എ സ്റ്റോറി ഓർ ദ പാഷൻ ആൻഡ് ഏണിംഗ് ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. ചില ആൾക്കാരും മോണിറ്ററി പർപ്പസ് ആയിരിക്കില്ല, അവർക്ക് അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പാഷനായിരിക്കാം. റിഗാർഡ്ലെസ് ഓഫ് ദ റീസൺ ബിക്കമിങ് എ സ്പീക്കർ അപ്പീൽസ് ടു മെനി. സോ ഐ തോട്ട് ഓഫ് ദിസ് ആർട്ടിക്കിൾ കുഡ് ഐ ഗീവ് ദോസ് പീപ്പിൾ ദ ഹെഡ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡെഫിനിഷൻസ് ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോവുകയാണ്, ആരൊക്കെ ആയിരിക്കണം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളത്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹി ഷുഡ് ബി എ പ്രൊഫഷണൽ സ്പീക്കർ, സമൺ ഹു ഈസ് പെയ്ഡ് ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ്. അങ്ങനെ ആകാം, അങ്ങനെ അല്ലാതെ ഇരിക്കാം, പക്ഷേ ഒരു പ്രൊഫഷണൽ സ്പീക്കർ അവരിൽ ഉണ്ടാവും. പെയ്ഡ് ചെയ്തിട്ടാണെങ്കിലും അവർ കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, അതേപോലെ ആത്മാർത്ഥത, അതൊക്കെ അവരിൽ ഉണ്ടായിരിക്കും. ഒരു പ്രൊഫഷണൽ സ്പീക്കറിൽ അതെല്ലാം ഉണ്ടായിരിക്കും. ഇപ്പോൾ സാധാരണ പ്രൊഫഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ അവർക്കൊരു പേയ്മെൻറ്റ് ആരെങ്കിലും കൊടുക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത് പറയുന്നത് ഇൻഡസ്ട്രി സ്പീക്കറാണ്, someone who may or may not get paid to speak in front of an audience or his or her peers, people who are in the same industry. ഇൻഡസ്ട്രി സ്പീക്കർ എന്ന് പറഞ്ഞാൽ അവർക്ക് പേയ്മെൻറ്റ് കിട്ടില്ല, പക്ഷേ അവർ ഈ രീതിയിൽ തന്നെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ അവരവിടെ സംസാരിക്കും. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ഉണ്ടാവും, അവർ ടീച്ചിങ്ങിൻ്റെ അപ്പുറത്ത്
കുട്ടികളോട് എന്താണ് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യും അല്ലേ. അതേപോലെ വേറെ ആൾക്കാർ ഇതേപോലെ വന്നിട്ട് അങ്ങനെ പേയ്മെൻ്റ് ഒന്നും കൈപ്പറ്റാതെ വന്ന് സംസാരിക്കുന്നവരുണ്ട്. പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇൻഡസ്ട്രി സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത്തതാണ് സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട്. അപ്പോൾ പെയ്ഡ് ആകാം, അല്ലാതിരിക്കാം. ഇവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പീക്കർ ഈസ് ബോട്ട് ഇൻ ഫ്രണ്ട് ടു ഷെയർ ഇൻഫർമേഷൻ. അവരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒത്തിരി കണ്ടൻറ്റ്, അതായത് ഇൻഫർമേഷൻസ് ആണുള്ളത്. അവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മാറ്ററിൽ എക്സ്പേർട്ടായിരിക്കും. ആ ഒരു മാറ്റർ അതായത് 95% അവരവരുടെ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് അറിവ് കൊടുക്കുക, കുട്ടികളായിക്കോട്ടെ ഓഡിയൻസ് ആയിക്കോട്ടെ അവർക്ക് അറിവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻസ്പിറേഷണൽ സ്പീക്കർ. ഇൻസ്പിറേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ഇമോഷണൽ ലെവൽ അവിടെ പിടിച്ചു പറ്റുന്ന രീതിയിലായിരിക്കും അവരുടെ ഒരു ടോക്ക്. ചിലപ്പോൾ അവരുടെ ലൈഫിലെ കാര്യങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഇമോഷണൽ ലെവലിനെ അവിടെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ. അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ആയിരിക്കും അവരോട് പറയുക. അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലും കൂടെ ആയിരിക്കും. ഓക്കെ. ഒരുപാട് തകർച്ചകളിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിയ ഒരാളുടെ സ്റ്റോറി അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മോട്ടിവേഷണലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അടുത്തത് പറയുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുന്നത് ഇവരിലെല്ലാവരും, അതായത് ഈ മേലെ പറഞ്ഞ പ്രൊഫഷണൽ സ്പീക്കർ, ഇൻഡസ്ട്രി സ്പീക്കർ, സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നാണ് പറയുന്നത്. പിന്നെ ഷെഫ് ഹൈക്കൻ പറയുകയാണ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ പല ഡെഫിനിഷൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആരായിരിക്കണം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഐ എംഫസൈസ്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, എവ്രി വൺ മസ്റ്റ് ബി എ മോട്ടിവേഷണൽ സ്പീക്കർ. നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ശൈലിയുണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളും ഇതേപോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർക്ക് വേണ്ടുന്ന ഗുണങ്ങൾ ഓരോരുത്തരിലും വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ. എവ്രി വൺ മസ്റ്റ് മൂവ് ദ ഓഡിയൻസ് ടു ആക്ഷൻ ഓഫ് സം കൈൻഡ്. നമ്മളും ഇതേപോലെ ഒരു അവസരത്തിലാണെങ്കിൽ അവരെ കൊണ്ട് എന്ത് കാര്യമാണോ അവരുടെ മുമ്പിൽ പെൻഡിങ് ആയിട്ടുള്ള അതിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ അവരുടെ മനസ്സ് മാറ്റണം. ആ ഒരു കഴിവാണ് നമുക്ക് വേണ്ടത്. വൺ ഓഫ് ദ ക്ലോസിംഗ് സ്ലൈഡ്സ് ഐ യൂസ് ഇൻ മെനി ഓഫ് മൈ സ്പീച്ചസ് ആസ്ക് ദ ഫോളോയിങ് 4 ക്വസ്റ്റ്യൻസ്. പിന്നെ പറയാണ്, ഞാൻ പൊതുവെ വേദികളിൽ സംസാരം ഏകദേശം എൻഡ് ആവുന്ന സമയത്ത് ഞാൻ അവർക്ക് മുമ്പിലേക്ക് കുറേ ചോദ്യങ്ങൾ എടുത്തിടും. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് യു വിൽ ഡു, നിങ്ങളിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അതേപോലെ നിങ്ങൾ ഇനി എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? നിങ്ങൾ ഏതെങ്കിലും അരുതാത്ത കാര്യങ്ങൾ സൊസൈറ്റിയിലുണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും? വാട്ട് വിൽ യു ഷെയർ വിത്ത് യുവർ ടീം, നിങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ടീമിനോട് നിങ്ങളുടെ യുണീക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യുക? ഓക്കെ. ഐ ഹാവ് ഡൺ മൈ ജോബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇതൊക്കെ ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ അവരുമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു ഗുഡ് മോട്ടിവേഷണൽ സ്പീക്കർ ആണ് എന്നാണ് പറയുന്നത്. ദ സെയിം ഗോസ് ഫോർ എനി സ്പീക്കർ. ഓക്കെ. ദ സ്പീച്ച് വിൽ മൂവ് ദ ഓഡിയൻസ്. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലും ഒരു ഗുഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. ഓക്കെ. നൗ ദാറ്റ് വി ഹാവ് ആൻ ഐഡിയ ഓഫ് എ മോട്ടിവേഷണൽ സ്പീക്കർ. അപ്പോൾ ആരാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് നമുക്കിവിടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമ്മൺ ഹു ഹാസ് എ സക്സസ്ഫുൾ സ്പീച്ച് എബിലിറ്റി, അത് മസ്റ്റായിട്ടും വേണം. പിന്നെ ഓഡിയൻസിനെ കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ട്രാക്ക് ചെയ്യാനും ഒരു കഴിവ് വേണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഷെഫ് ഹൈക്കൻ ഇവിടെ കുറച്ച് ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഒരു സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുക്സ് അവൈലബിൾ ആണ്. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ടു amazon.com. അവിടെ പ്രൊഫഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചോയ്സസ് അവിടെ കിട്ടും. അപ്പോൾ നമ്മളോട് ഇന്ന ബുക്ക് വാങ്ങണം എന്ന് ഇവിടെ പറയുന്നില്ല. ഷെഫ് ഹൈക്കൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഓതേഴ്സിനെ ഇവിടെ എടുത്തു പറയുകയാണ്. ലൂയിസ് ക്രീമർ, അലൻ വെയ്സ്, ബ്രിയാൻ ട്രേസി. അപ്പോൾ ഇവരുടെയൊക്കെ ബുക്സ് ഭയങ്കര ഇൻസ്പിറേഷണൽ ആണ് എന്നാണ് ഷെഫ് ഹൈക്കൻ പറയുന്നത്. അതേപോലെ കമ്പൈലേഷൻ, അതായത് ഇവരുടെ എല്ലാവരുടെയും ബുക്ക് ടെക്സ്റ്റുകളൊക്കെ സ്പീച്ചസൊക്കെ ഉൾപ്പെടുന്ന ഒറ്റ കമ്പൈൽഡ് ആയിട്ടുള്ള വേർഷൻസ് നമ്മളുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ഡിസിഷൻ ഐ എവർ മെയ്ഡ്.
തൻ്റെ ലൈഫിൽ തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ താൻ എടുത്തു എന്ന് തനിക്കിപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനിങ് ദ ഓൺലി ട്രൂ ഇൻഡസ്ട്രി അസോസിയേഷൻ ഇൻ ദ US ഫോർ പ്രൊഫഷണൽ സ്പീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സ്പീക്കേഴ്സ് അസോസിയേഷനാണ്. അതിൽ താൻ മെമ്പറാണ്. അപ്പോൾ അവിടെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ജോയിനിങ് ആൻഡ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്സ് എഡ്യൂക്കേഷൻ. അവിടെ ഒരുപാട് കോൺഫറൻസസ്, മീറ്റിങ്സ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. അതൊക്കെ തൻ്റെ പ്രൊഫഷണൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും എത്രയും പെട്ടെന്ന് എൻ്റെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരാളെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ജോഷ് ലിങ്ക്നർ എന്ന് പറയുന്നത് മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പീക്കറാണ് ഈ ഒരു സ്പീക്കിംഗ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അവിടെ നടക്കുന്ന അവരുടെ ആ ഒരു ഫീൽഡിൽ നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസിനെയൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അവാർഡ് വിന്നറൊക്കെയാണ്. 3 റിംഗ് സർക്കസ് പ്രോഗ്രാം, അതേപോലത്തെ ഒരുപാട് പ്രോഗ്രാംസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് നിങ്ങളെയും ഈ ഒരു ഫീൽഡിൽ നല്ല ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഷെഫ് ഹൈക്കൻ ആസ്ക് അസ് ലുക്കിംഗ് ടു ഹോൺ യുവർ സ്പീക്കിംഗ് സ്കിൽസ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നാണോ താല്പര്യം? അങ്ങനെയാണെങ്കിൽ ഒരു സ്പീക്കിംഗ് കോച്ചിനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിസ് കോച്ച് ഈസ് പെട്രീഷ്യ ഫ്രിപ്പ്. അതായത് ഷെഫ് ഹൈക്കൻ്റെ ഒരു കോച്ചിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പെട്രീഷ്യ ഫ്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്പീക്കിംഗ് കോച്ചാണ്. ഒരുപാട് സെലിബ്രിറ്റീസിനും പ്രൊഫഷണൽ സ്പീക്കേഴ്സിനും എക്സിക്യൂട്ടീവ്സിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് അവരെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കോച്ചാണ് ഈ പെട്രീഷ്യ ഫ്രിപ്പ് എന്ന് പറയുന്നത്. ഷീ ഓൾസോ ഹാസ് ഓൺലൈൻ സ്പീക്കിംഗ് കോഴ്സ്. അവർക്ക് ഓൺലൈൻ സ്പീക്കിംഗ് കോഴ്സും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഓൺ ദ ടോപ്പിക് ഓഫ് ഹോണിങ് സ്പീക്കിംഗ് സ്കിൽസ്. അതേപോലെ പിന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവൻറ്റുകൾക്കൊക്കെ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇവൻറ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. While this may not be the place to learn about how to build successful career as a professional speaker, it is a good place to get better at speaking in front of an audience, especially in the beginning. അപ്പോൾ ബിഗിനിങ്ങിൽ നമ്മൾ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Many of the people in Toastmasters just want to give better presentations. ചില ആൾക്കാർ നല്ല രീതിയിൽ ലീഡ് ചെയ്യും, ചിലർ അതായത് ആ ഇവൻ്റ് എങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരും ഉണ്ട്. ഫൈനലി പിന്നെ ഷെഫ് ഹൈക്കൻ അവിടെ പറയുന്നത് ദർ ഇസ് എ ഗ്രേറ്റ് റിസോഴ്സ് ദാറ്റ് ഈസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്പീക്കർ നെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. വീക്ക്ലി ന്യൂസ് പേപ്പറാണ്. അതിലൊരുപാട് ടിപ്സ് ഉണ്ട് റിലേറ്റഡ് ടു സ്പീക്കിംഗ് ഇൻഡസ്ട്രി, അതായത് ട്രാവൽ, സോഫ്റ്റ്വെയർ പ്രോഗ്രാം. അപ്പോൾ അവിടെയൊക്കെ സ്പീക്കിംഗ് സ്കിൽ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ സ്പീക്കർ നെറ്റ് ന്യൂസിൽ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ, ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. At last, Shep Hyken tells us that if the idea of professional speaking അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലുണ്ടെങ്കിൽ മേളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓഫ് കോഴ്സ് ദർ ഇസ് മച്ച് മോർ ദാൻ വാട്ട് ഐ ഹാവ് മെൻഷൻ. ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ അപ്പുറത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഇവിടെ ഡെവലപ്പ് ചെയ്യാം. But this can help you to begin building a career that will hopefully fulfill you inspire others. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഒരു ബേസ് ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്പീക്കിംഗ് സ്കിൽ, മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിത്തറ ഇടാനായിട്ട് ഒരുപാട് സഹായിക്കും. ഇതിൽ വെച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ എന്നെ പോലെ അതായത് അവരുടെ തങ്ങളുടെ ടോക്ക് കാരണം എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാനായിട്ട് സഹായിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇഫ് യു എവർ വാണ്ടഡ് ടു ചേഞ്ച് ദ വേൾഡ്, നിങ്ങൾക്ക് ലോകത്തെ മാറ്റണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ചാൻസാണ്. 1 മോട്ടിവേഷണൽ സ്പീച്ച് അറ്റ് എ ടൈം. അതായത്
ഒറ്റ ഒരു സ്പീച്ച് മതി നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ അവിടെ മാറാൻ. ഒരു ഗുഡ് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേര് മാറ്റും. നിങ്ങൾ കാരണം ഒരുപാട് പേര് ഇൻസ്പിറേഷണൽ ആവും എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ ഒരു ആൾക്കാർക്ക്, അതായത് തങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഓഡിയൻസ് ആയിക്കോട്ടെ, ആരോടായിക്കോട്ടെ, അവരോടും ഒരു കാരണക്കാരനാവാനായിട്ട് പറയുകയാണ്. ഈ ലോകത്തെ മാറ്റാനായിട്ടും ആൾക്കാരെ മാറ്റാനായിട്ടും ലോകത്ത് എന്തൊക്കെ അനീതികളുണ്ടോ അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങളും ഒരു ആകാനായിട്ട് ആ ഒരു ഫീൽഡിലേക്ക്, സ്പീക്കിംഗ് വേൾഡിലേക്ക് ഇറങ്ങാൻ ഒരു ഇൻസ്പിറേഷണലായിട്ട് പറയുന്ന രീതിയിലാണ് ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത്.